കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ സ്കൂളിൽ പ്രവേശനോത്സവം നടത്താൻ വേണ്ടി അതായത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് ജെ സി ഐ ട്രിവാൻഡ്രം റോയൽ സിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അത് ഒരുപാട് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രവേശനോത്സവത്തിൻ്റെ അന്നും നമുക്ക് 100-100ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയുണ്ടായി. അപ്പം ഞങ്ങൾ ആകെ ഇവിടെ അതിഥിയായി ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ കൗൺസിലർ, ഫോർട്ട് വാർഡ് കൗൺസിലർ മാത്രമാണ്. മുകേഷ് എം നായർ നമുക്ക് എല്ലാവർക്കും അറിയാം. മല്ലു ജെ.ഡി. കിങ് എന്നറിയപ്പെടുന്ന മുകേഷ് എം നായർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു വിവാദ നായകനായിട്ട് പോക്സോ കേസിൽ പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ ഒരുപാട് പേര് വിശേഷിപ്പിക്കുന്നത്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതല്ല വന്നത്, കാരണം അത് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. പോക്സോ കേസിലെ പ്രതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു കുറ്റം ചെയ്ത് കോടതി ശിക്ഷ വിധിച്ചതിന് ശേഷമാണ് അയാൾ കുറ്റവാളിയാവുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മുകേഷ് എം നായർ പോക്സോ കേസിൽ കുറ്റാരോപിതനാണ്. മുൻകൂർ ജാമ്യം എടുത്ത് ഇന്ന് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ എന്താ വിഷയം ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം സ്കൂളുകൾ തുറന്ന് പ്രവേശനോത്സവം എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ നടത്താറുണ്ട്. തിരുവനന്തപുരത്ത് ഫോർട്ട് ഹൈസ്കൂളിൽ മുകേഷ് എം നായർ ആയിരുന്നു ഒരു ഗസ്റ്റായിട്ട് പോയത്. അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ മുകേഷ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലത്തെ വാർത്തയിൽ കാണുന്നു, പോക്സോ കേസിലെ പ്രതിയെ ഒരു വിദ്യാലയത്തിലെ വിശിഷ്ടാതിഥിയായിട്ട് ഇൻവൈറ്റ് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് 100% ഞാൻ ആ വാദത്തോട് യോജിക്കുന്നു. കാരണം ഇദ്ദേഹം ഒരു കുറ്റാരോപിതനാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു കാരണവശാലും ഒരു വിദ്യാലയത്തിലെ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്ന കുറെ ബ്രാൻഡുകൾ, അത് കൂടുതലും മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാലയം പോലുള്ള സ്ഥാപനത്തിൽ ഇദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ ഒരു കാരണവശാലും ഗസ്റ്റായിട്ട് വിളിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷെ ഇവിടെ ഈ ഒരു പ്രിൻസിപ്പൽ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്കത് കുറച്ച് വിരോധാഭാസമായിട്ട് തോന്നി. കാരണം ഈ പ്രിൻസിപ്പൽ പറയുന്നു, ഈ മുകേഷ് എം നായരെ അവർ വിളിച്ചതല്ല. ഈ ഒരു പ്രവേശനോത്സവത്തില് കുറച്ച് കുട്ടികൾക്ക് പുസ്തകങ്ങളും ബാഗുകളൊക്കെ കൊടുക്കുന്ന ചടങ്ങുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകാരാണ് മുകേഷിനെ വിളിച്ചതും അവരോട് വന്നതും. ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് ഇദ്ദേഹം വരുമെന്ന് പോലും അറിയില്ലായിരുന്നു എന്ന രീതിയിലാണ് ഈ പ്രിൻസിപ്പൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രിൻസിപ്പൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കേൾക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഓടിച്ചാടി വന്ന വീഡിയോകൾ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ പ്രിൻസിപ്പലിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ മണിമുത്തിൽ നമുക്കൊന്ന് കേൾക്കാം. ശരിക്കും പെട്ടു എന്ന് മനസ്സിലായി അവർക്ക്. അപ്പോൾ ഇനി അതിന് തല ഊരണമല്ലോ. അതുകൊണ്ട് എന്തൊക്കെയോ ന്യായങ്ങൾ പറഞ്ഞ് തടിയൂരാൻ വേണ്ടി നോക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് എന്തായാലും ഈ പ്രിൻസിപ്പൽ എന്താണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആരാണ് ഇദ്ദേഹത്തെ വിളിച്ചത്, എന്ത് അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ഈ ചടങ്ങിന് ഇൻവൈറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് വിദ്യാഭ്യാസ മന്ത്രി രാവിലെ വളരെ ഘനഗാംഭീര്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് പോക്സോയ്ക്ക് പകരം പോസ്കോ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ വിഷയമല്ല കൂടെ. സോ നമുക്ക് പ്രിൻസിപ്പലിന്റെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് പ്രിൻസിപ്പലിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു. കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ സ്കൂളിൽ പ്രവേശനോത്സവം നടത്താൻ വേണ്ടി അതായത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നത് ജെ.സി.ഐ ട്രിവാൻഡ്രം റോയൽ സിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അത് ഒരുപാട് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രവേശനോത്സവത്തിൻ്റെ അന്നും നമുക്ക് 100-100ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയുണ്ടായി. അപ്പം ഞങ്ങൾ ആകെ ഇവിടെ അതിഥിയായി ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ കൗൺസിലർ, ഫോർട്ട് വാർഡ് കൗൺസിലർ മാത്രമാണ്. വേറെ ആരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഈ ബാക്കി വരുന്ന എല്ലാ വർഷവും വരുന്നത് പോലെ ജെ.സി.ഐക്കാരും വരുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ വന്നു. കുട്ടികൾക്ക് പഠനോപകരണങ്ങളൊക്കെ കൗൺസിലർ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് പഠനോപകരണങ്ങളെല്ലാം നൽകി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന വ്യക്തി കടന്നു വരുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി നമുക്ക് സ്കൂളിൽ വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് ജെ.സി.ഐ റോയൽ സിറ്റി അതിന്റെ അധികൃതരാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ പറയുന്നത് ഈ ജെ.സി.ഐ ഗ്രൂപ്പുകാരാണ് മുകേഷ് നായരെ കൊണ്ടുവന്നത്, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തി വരുന്നത് പോലും അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഈ പ്രിൻസിപ്പലിന്റെ മുന്നിൽ ഒരു സാധനം വെക്കുകയാണ്. അതായത് ഈ മുകേഷ് നായർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്ററാണിത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ക്യാപ്ഷൻ ഞാൻ ആദ്യം വായിക്കാം. എന്നെ മുഖ്യ അതിഥിയായിട്ട് വിളിച്ചാൽ ന്യൂസ് വാല്യൂ കിട്ടുമെന്ന് അവർക്കറിയാം, ഇറ്റ് ഹാപ്പൻഡ് ജെ.സി.ഐ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിൽ കൊടുത്തേക്കുന്നത്. പ്രവേശനോത്സവം റോയൽ ആയിട്ട് വിത്ത് ഫോർട്ട് ഹൈസ്കൂൾ, ഇതാണ് അതിന്റെ ക്യാപ്ഷൻ. അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് സുനിൽ ഒ.എ എന്ന് പറയുന്ന റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ DPCC, മുകേഷ് എം നായർ ബ്രാൻഡിംഗ് സ്പെഷ്യലിസ്റ്റ്, ജാനകി അമ്മാൾ ഫോർട്ട് വാർഡ് കൗൺസിലർ, സനു സർദാർ പ്രസിഡന്റ് ജെ.സി.ഐ TRC, പ്രദീപ് കുമാർ ഹെഡ് മാസ്റ്റർ ഫോർട്ട് HS, ഷമീർ മുഹമ്മദ് MD സൺ എഡ്യൂക്കേഷൻ. ഇതാണ് ആ പോസ്റ്റർ. നിങ്ങൾക്കിത് കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിനകത്ത് ആരുടെയൊക്കെ പേരുകളാണ് ഉള്ളത്. ഇപ്പൊ ജെ.സി.ഐ ഗ്രൂപ്പുകാരാണ് ഈ പോസ്റ്റർ ഇറക്കിയതെങ്കിൽ പോലും ഇതിനകത്ത് ഈ പ്രിൻസിപ്പൽ നേരത്തെ പറഞ്ഞ വാർഡ് കൗൺസിലറുടെ
ഫോട്ടോ ഉൾപ്പെടെ അവരുടെ പേരുൾപ്പെടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പോസ്റ്റർ സ്കൂൾ അധികൃതർ കാണാതിരിക്കൂ, അവർക്ക് അയച്ചു കൊടുക്കാതിരിക്കൂ. അപ്പോൾ അവർക്ക് അറിയാമല്ലോ മുകേഷ് നായർ എന്ന് പറഞ്ഞ വ്യക്തി ഈ JCI ഗ്രൂപ്പുകാരെ വിളിച്ചിട്ടാണെങ്കിൽ പോലും അവിടെ ഗസ്റ്റായിട്ട് വരുമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ ഗസ്റ്റായിട്ട് കൊണ്ടുവരാൻ പെർമിഷൻ കൊടുത്തില്ലെങ്കിൽ അവർ കൊണ്ടുവരുമായിരുന്നോ? കൊണ്ടുവരില്ല. പിന്നെ എന്തിനാണ് ഈ പ്രിൻസിപ്പൽ ഇപ്പോൾ വന്നിട്ട്? അവർക്ക് അറിയില്ലായിരുന്നു, അവർക്ക് ഈ വിഷയമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഇത് JCI ഗ്രൂപ്പുകാർ കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ വാദം ഞാൻ അവിടെ ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് പൊളിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചാൽ, ഇദ്ദേഹം പറയുന്നുണ്ട് ഈ വാർഡ് കൗൺസിലർ വന്നതിന് ശേഷം എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ട്, അതായത് കുട്ടികൾക്ക് 100ഓളം കുട്ടികൾക്ക് ബാഗുകളും ബുക്കുകളും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് മുകേഷ് നായർ വന്നതെന്നാണ് ഈ പ്രിൻസിപ്പൽ പറയുന്നത്. ആ ഒരു വാദത്തെ കൂടി ഞാനൊന്ന് പൊളിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇതേ മുകേഷ് നായർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കുകയാണ്. അതിനകത്തൊരു പാട്ടുണ്ടായിരുന്നു. ഞാൻ ആ പാട്ട് മ്യൂട്ട് ചെയ്യും, കാരണം അത് ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. പുതിയൊരു പാട്ടാണ്. വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. അതിനകത്താണ് മെയിൻ പോയിന്റ്സ് ഉള്ളത്. പ്രവേശനോത്സവം റോയൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയ പോസ്റ്റർ, ഒപ്പം സ്കൂൾ കാണിക്കുന്നു. മുകേഷ് നായർ വന്ന് ഇറങ്ങുന്നു. അദ്ദേഹം നടന്ന് ക്ലാസ് റൂമിലേക്ക് പോകുന്നു. അതിഥികളുടെ ഒരു ചെയറിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് സംസാരിക്കുന്നു. കുട്ടികളെല്ലാം കാണിക്കുന്നുണ്ട്. ആ JCI ഗ്രൂപ്പിന്റെ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് മുകേഷ് നായർ സംസാരിക്കുന്നുണ്ട്. പ്രിൻസിപ്പളിന് അറിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. കുട്ടികളെ വീണ്ടും കാണിക്കുന്നു, അവാർഡുകൾ കൊടുക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ പോയിന്റ് വരുന്നത്. ഓരോ വ്യക്തികളായിട്ട് കാണിച്ചു പോവുകയാണ്. അവാർഡ് കിട്ടിയ കുട്ടിയുടെ സന്തോഷം കാണിക്കുന്നു. വീണ്ടും JCIയുടെ ആൾക്കാരാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടല്ലോ നിങ്ങൾ, ഈ ബാഗുകൾ അവിടെ ഇരിക്കുന്നത്. പ്രിൻസിപ്പൽ പറയുന്നത് എന്താണ്? കൗൺസിലർ വന്നു, ഈ ചടങ്ങ് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ ബാഗുകളെല്ലാം കൊടുത്തതിന് ശേഷമാണ് മുകേഷ് നായർ അവിടെ വരുന്നത് എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. അപ്പോൾ മുകേഷ് നായരുടെ വീഡിയോയ്ക്കകത്ത് മുകേഷ് നായർ അവിടെ ഇരിക്കുമ്പോൾ ഈ ബാഗുകൾ എവിടെ നിന്ന് വന്നു? ഇത്രയധികം മുകേഷ് നായർ ബാഗുകൾ കൊടുക്കുന്നുമുണ്ട്. പ്രിൻസിപ്പൽ എന്തിനു വേണ്ടിയാണ് ആ കള്ളം പറഞ്ഞത്? അവരെ സ്വയം ന്യായീകരിക്കുകയല്ലേ? എന്തിനാണ് അങ്ങനെ ഒരു കള്ളം പ്രിൻസിപ്പൽ പറയാൻ പോയത്? തെറ്റ് പറ്റി, ആ തെറ്റിന് അംഗീകരിക്കുക അല്ലാതെ പിന്നെ അവിടെ ന്യായീകരിക്കുകയാണ്. അവർക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് കാണാം, മുകേഷ് നായരാണ് ആ ബാഗുകൾ കൊടുക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഇത്തരം വ്യക്തികളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കള്ളങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ആളുകളാണ് സ്കൂളുകളിൽ ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്. എങ്ങനെ കുട്ടികൾ നന്നാവും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആളുകളുടെ കൂടെ നിന്ന് മുകേഷ് നായർ ഫോട്ടോ എടുക്കുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ പിരിയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. അതോടൊപ്പം തന്നെ മുകേഷ് നായർ പങ്കുവച്ച മറ്റൊരു ഫോട്ടോ ഞാൻ കാണിക്കാം. ആ ഫോട്ടോയ്ക്കകത്ത് ഈ സംസാരിച്ച പ്രിൻസിപ്പൽ ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട്, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. പ്രിൻസിപ്പൽ എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു കള്ളം മീഡിയയുടെ മുന്നിൽ പറഞ്ഞത്? ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, ഈ JCI ഗ്രൂപ്പുകാരാണ് മുകേഷ് നായരെ കൊണ്ടുവന്നത്. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. JCI ഗ്രൂപ്പുകാരൻ തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. പക്ഷേ സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ട് തന്നെയായിരിക്കാം ഈ ഒരു വ്യക്തിയെ ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ വിളിച്ചത്, അല്ലെങ്കിൽ പങ്കെടുക്കാൻ വിളിച്ചത്. അതല്ലെങ്കിൽ ഇത്രയും സ്വാഗതം കൊടുത്തുകൊണ്ട് ഇതുപോലൊരു പ്രോഗ്രാമിന് കുട്ടികൾക്ക് ബാഗുകളും മറ്റും സമ്മാനമായിട്ട് കൊടുക്കാനും അവാർഡുകൾ വിതരണം ചെയ്യാനും ഏത് സ്കൂളുകാരാണ് സമ്മതിക്കുന്നത്? എനിക്കറിയില്ല. അപ്പോൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രിൻസിപ്പൽ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ഒരല്പം പോലും ശുദ്ധമല്ല എന്നാണ് ഈ ഒരു വീഡിയോകളിലൂടെയും ഈ ഫോട്ടോകളിലൂടെയും എനിക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അതിന് അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. ആര് വിളിച്ചിട്ടാണ് വന്നതെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെ പെടുമെന്നൊന്നും അറിയില്ല, അതോ തേഞ്ഞു മാഞ്ഞു പോകുമെന്നും അറിയില്ല. ഇനി മുകേഷ് നായരുടെ കേസ് കോടതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പ്രതി എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. കുറ്റം തെളിയുന്നത് വരെയും അയാൾ കുറ്റാരോപിതൻ തന്നെയാണ്. അയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയപ്പോഴാണ് അയാൾ പുറത്തിറങ്ങിയത്. അപ്പോൾ ആ വ്യക്തി ഞാനൊന്നും പറയുന്നില്ല. അയാളെ വിളിച്ചു, അയാൾ ചെന്നു. പക്ഷേ ഒരിക്കലും പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നു ഇതുപോലൊരു പ്രോഗ്രാമിന് ഇത്തരത്തിലൊരു വ്യക്തി. ഞാൻ അയാളുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അയാൾ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന മദ്യം എന്ന് പറയുന്ന സാധനം, അത്തരം ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഒരു കാരണവശാലും വിദ്യാലയം പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരം ഒരു പ്രോഗ്രാമിൽ കുട്ടികൾക്കിടയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. ആ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോ ഇത് കാണുന്ന മുകേഷ് നായർ കാണുവാണെങ്കിൽ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പക്ഷെ തോന്നാം, മദ്യം സർക്കാർ വിൽക്കുന്ന സാധനമല്ലേ? ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കുടിക്കാതിരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തികളും തീരുമാനം എടുത്താലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് മദ്യത്തിനെതിരെ സംസാരിക്കാനല്ല ഞാൻ വന്നത്, മദ്യം വിൽപ്പനയ്ക്കെതിരെ സംസാരിക്കാനല്ല വന്നത്. പക്ഷേ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ, സൊസൈറ്റിയിൽ അതിനെ ഇത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ വിദ്യാലയം പോലുള്ള സ്ഥാപനത്തിൽ ക്ഷണിക്കാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രിൻസിപ്പൽ പറഞ്ഞത് കള്ളമാണ് എന്ന് എനിക്ക് തോന്നിയ കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചൂണ്ടിക്കാണിക്കാം. ഒപ്പം
എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ മറ്റൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. റാപ്പർ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? കഞ്ചാവ്, 5 ഗ്രാം കഞ്ചാവ് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം പല പല കോൺട്രവേഴ്സീസ് ഉണ്ടായതിന്റെ പേരിൽ റാപ്പർ വേടനെ പുറത്തു വിട്ടു, ജാമ്യം കൊടുത്തു വിട്ടു. പക്ഷേ ഇതേ റാപ്പർ വേടനെ കൊണ്ട് സർക്കാരിന്റെ 4ാം വാർഷികം പരിപാടി ചെയ്യിപ്പിച്ച സർക്കാരാണ് നമ്മുടെ സർക്കാർ. അപ്പോ ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന് പറയേണ്ടി വരും. പിന്നെ ഇപ്പോൾ മാത്രം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു, വേടന്റെ കഴുത്തിൽ പുലിനഖം ഇട്ടത് കേസാക്കാമെങ്കിൽ എന്തുകൊണ്ട് മുകേഷൻ നായരുടെ കഴുത്തിൽ കിടക്കുന്ന പുലിനഖത്തിനെതിരെ കേസ് എടുക്കുന്നില്ല എന്ന് ചോദിച്ച അതേ വ്യക്തിയാണ് ഞാൻ. ഞാൻ ചോദിക്കുന്നു, വേടനെ ഇതുപോലുള്ള പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാമെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ വേടനെ പങ്കെടുപ്പിക്കാമെങ്കിൽ മുകേഷ് എം നായരെയും പങ്കെടുപ്പിക്കാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് തെറ്റാണ്. വേടനെ പങ്കെടുപ്പിച്ചതും തെറ്റാണ്. കാരണം അയാളും ഒരു കുറ്റാരോപിതനാണ്, ഇവിടെ ഇയാളും കുറ്റാരോപിതനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു കാരണവശാലും ഇത്തരമൊരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.